നിങ്ങളൊക്കെ അത് അർത്ഥം മനസ്സിലാക്കി വായിച്ചെങ്കിൽ നിങ്ങൾ അതിലുണ്ട് ഒരമ്മയുടെ ഉദരത്തിൽ എങ്ങനെയാണ് ഒരു ജീവൻ വന്ന്, അതായത് ജീവാത്മാവ് എങ്ങനെയാണ് ഈ ശരീരത്തിനുള്ള അമ്മയുടെ ഉള്ളിൽ വരുന്നതെന്ന്. അന്ന് മുതൽ അതിനുണ്ടാകുന്ന മാറ്റങ്ങൾ, ഓരോ സമയത്തും അതിനുണ്ടാകുന്ന മാറ്റങ്ങൾ, പിണ്ടനന്ദിയിലും ഭഗവാൻ അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞ്, നമ്മൾ പറയും കുഞ്ഞ് ചവിട്ടുന്നു അങ്ങനെയൊക്കെ പറയില്ലേ, നമ്മൾക്ക് ഫീൽ ചെയ്യും. ഒരു അമ്മയ്ക്ക് മാത്രമേ അത് ഫീൽ ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ. അപ്പൊ അതെന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, കുഞ്ഞിന് കൈകൾ ഉണ്ടാകുന്നു, കാലുകൾ ഉണ്ടാകുന്നു, അതിന്റെ തല വരുന്നു. ഓരോ മാസത്തിലും പറയുന്നുണ്ട്, ഓരോ മാസത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നിട്ട് ഈ കുഞ്ഞ് ഏകദേശം മാസം തികയാറാകുന്ന സമയത്ത് ഈ കുഞ്ഞിന് കഴിഞ്ഞ ജന്മത്തിലെ എല്ലാ ഓർമ്മകളും ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞ് അനുഭവിക്കുന്ന വേദന, അതുകൊണ്ടാണ് പറയുന്നത് ഇനി എനിക്ക് ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട, പരിപാലയമാം നാരായണ ജയ. എനിക്കിനി ജനിമരണങ്ങൾ വേണ്ട. എന്താ കാര്യം? ഇതിനകത്ത് കിടന്ന് ഒരുപാട് ദുഃഖം അനുഭവം. നമ്മൾ ഈ വെളിയിൽ വന്നു കഴിഞ്ഞ് അനുഭവിക്കുന്നതിനെ കഴിഞ്ഞും ദുഃഖമാണ്. ഇതിന് ഇത്രേ ഇല്ലാത്ത ഒരു കൂടിനകത്ത് കിടന്നിട്ട് അതിനെ തിരിയാനും പിരിയാനും വയ്യ. 5 മാസം കഴിയുമ്പോൾ കുഞ്ഞിന് വിസർജ്യങ്ങൾ വരും. അതുവരെ അമ്മയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണത്തിന്റെ വിസർജ്യം. എന്നിട്ട് ഈ കുഞ്ഞ് ഈ വിസർജ്യത്തിനകത്താണ് കിടക്കുന്നത്. ആ വിസർജ്യം ഉള്ളിൽ കിടന്ന് കുഞ്ഞ് കിടക്കുന്നതിനകത്ത് നമ്മൾ പറയില്ലേ പ്ലാസന്റ എന്ന്, അതിന്റെ ഉള്ളിൽ ഈ കുഞ്ഞ് കിടക്കുമ്പോൾ ഈ ചെറിയ ചെറിയ കീടങ്ങൾ ഉണ്ടാകും. ഈ കീടങ്ങൾ ഈ കുഞ്ഞിനെ കടിക്കുമ്പോഴാണ് ഇതിങ്ങനെ പുളയുന്നത്. നമ്മൾ പറയും കുഞ്ഞ് കാലെടുക്കുന്നു, കൈയെടുക്കുന്നു. ഇത്രയും ഇതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞിട്ട് അവസാനം അത് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് അതിന് ഈശ്വരനെ കാണാൻ കഴിയുമെന്ന് പറയുന്നത്. ആ സമയത്ത് അത് ഈശ്വരൻ, അതിന് കഴിഞ്ഞ ജന്മത്തിലെ മുഴുവൻ ഓർമ്മകളും വന്നിട്ട് അത് ഈശ്വരനെ കണ്ടിട്ട് ഈശ്വരനോട് പറയുന്നു, ഇനി എനിക്ക് ഞാൻ നല്ല കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം, ഇനി ലോകത്തിലേക്ക് ചെല്ലുമ്പോൾ എനിക്കിനി ജനിമരണങ്ങൾ തരരുതേ എന്ന് പറഞ്ഞിട്ട് ആ ദൈവത്തോട് യാചിക്കുന്ന ഒരു പ്രക്രിയയെ കുറിച്ച് സമ്പാദ്യവാക്യത്തിൽ പറയുന്നുണ്ട്. പക്ഷേ തിരിഞ്ഞു കറങ്ങി ഇനി വെളിയിൽ വന്നു കഴിയുമ്പോഴത്തേക്കിനും സർവ്വതും മറന്നു പോകും. ഈ ജീവനെല്ലാം മറന്നു പോകും. വീണ്ടും ഈ ലോകത്തിന്റെ ആ ലോകത്തിന്റെ ഉള്ളിലായി കഴിയും. അതിൽ കിട്ടുന്ന കണ്ണുകൊണ്ട് കാണുന്നതും കേൾക്കുന്നതും ആഗ്രഹങ്ങളുടെ പുറകെ പോകുന്നു. അപ്പോൾ അതാണ് നമ്മളുടെ ഈ ജീവന് സംഭവിക്കുന്നത്, അതിൽ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ജീവൻ ഭൂമിയിലേക്ക് വന്ന് വളരെയധികം യാതനകളും വേദനകളും എല്ലാം സഹിച്ച് ജീവിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നന്നായിട്ട് ജീവിക്കേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് ഈ ശ്രീനാരായണ ധർമ്മം. ഗൃഹസ്ഥാശ്രമി പ്രത്യേകിച്ചും ഗൃഹസ്ഥാശ്രമി എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അതിൽ ഇപ്പോ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു കുഞ്ഞ് ഏത് സമയത്താണ് ഗുരു ഇതിൽ പറയുന്നുണ്ട്. അതായത് പല ഘട്ടങ്ങളും, അതായത് ഒരു വിവാഹം കഴിഞ്ഞതിന് ശേഷം, ഞാൻ പറഞ്ഞ ബ്രഹ്മചര്യത്തിന് ശേഷം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ അവർ പരസ്പരം അനുരാഗത്തോടെ ജീവിക്കുന്നവരായിരിക്കണം. പരസ്പരം വിട്ടുവീഴ്ചകളോടുകൂടി ഭാര്യ ഭർത്താക്കന്മാര് ജീവിച്ചിട്ട് അവരുടെ എന്തിനാണ് വിവാഹം കഴിക്കുക എന്നത്? എന്തിനാണ്? അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കുന്നത് അല്ലെ? അതല്ലേ പ്രധാനം. നമ്മൾ ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും കടമ ഇനി ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ അവർ ബ്രഹ്മചാരിയായിട്ട് ജീവിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് അതാണ്. അതിൽ ഭഗവാൻ ഇവിടെ പലതിനെയും വർജിക്കുന്നുണ്ട്. അതായത് അഷ്ടമി, ചതുർദശി, വാവ്, ഗ്രഹണം, ഉത്സവം, അയനസന്ധി, സൂര്യസംക്രമണ കാലം, ഇങ്ങനെയുള്ള പൂർവ്വകാലങ്ങളിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ചേരാൻ പാടില്ല. അതായത് പഴയ കാലത്തൊക്കെ നമ്മൾക്കൊക്കെ അറിയാം, ഭാര്യ ഭർത്താക്കന്മാർ, അതായത് നമ്മുടെയൊക്കെ മുത്തശ്ശന്മാരുടെയൊക്കെ കാലത്ത് അവർ പല കാര്യങ്ങളും നോക്കിയിട്ടാണ് അടുത്ത തലമുറയ്ക്ക് ജന്മം കൊടുക്കുന്നത്, അവർ തമ്മിൽ ചേരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇനി വരുന്ന തലമുറ, ഇപ്പൊ നമ്മൾ പറയുന്ന നമ്മുടെ മക്കളൊക്കെ അവർക്ക് ഒരു മൂല്യങ്ങളും ഇല്ലാതെ ജീവിക്കുന്നു. അവർ മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെ അടിമകളായി പോകുന്നു. കാരണം എന്താണ്? ഒരു സംശയവുമില്ല, നമ്മളാണ് കാരണം.
നമ്മുടെ മക്കളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മക്കളെ അഥവാ അവർ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാര് നമ്മളാണ്. ഒരു കുഞ്ഞൊരമ്മയുടെ ഗർഭപാത്രത്തിൽ എപ്പം ജനിക്കണമെന്ന് ഗുരു വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീനാരായണ ധർമ്മം വിവാഹം കഴിക്കാൻ പോകുന്നവരൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. അതിൽ മലയാളത്തിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ആ ദിവസം ഇപ്പൊ നമ്മളാണെങ്കിൽ ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ അതിന്റെ ഒരേ ഒരു അവയവം മാത്രമേ, അതായത് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളിൽ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, ഇതിലൊരൊറ്റ ഒരു അവയവം മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഏതാണത്? ചെവി അല്ലേ? കണ്ണടച്ചിരിക്കുകയാണ്. മൂക്കിലൂടെ അതിനൊന്നും ശ്വാസമില്ല. അമ്മയിൽ നിന്ന് കിട്ടുന്ന ആ ഓക്സിജനാണ് അത് ശ്വസിക്കുന്നത്. അതായത് മൂക്കിലൂടെയല്ല, ആ അമ്മയുമായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്ന ആ നാളിയിലൂടെയാണ് അല്ലെ, പൊക്കിൾ കൊടിയിലൂടെയാണ് അതിനെല്ലാം കിട്ടുന്നത്. അപ്പോൾ ചെവി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അതിനുദാഹരണം ഉണ്ടല്ലോ, നമുക്കറിയാം പ്രഹ്ലാദൻ എന്ന് പറയുന്ന കുട്ടി അല്ലെ, ശ്രീമദ് ഭാഗവതത്തിലെ പ്രഹ്ലാദന്റെ ചരിത്രമുണ്ട്. പ്രഹ്ലാദൻ എങ്ങനെയായിരുന്നു? ആ കുഞ്ഞ് ഹിരണ്യകശിപു എന്ന് പറയുന്ന ഒരു അസുരന്റെ പുത്രനായിരുന്നു. ആ അസുരൻ കയാതു എന്ന് പറയുന്ന അമ്മ. അച്ഛൻ ഹിരണ്യകശിപു, അമ്മ കയാതു. ഒരിക്കലും ഒരു അസുരന്റെ വീട്ടിൽ ആ കുഞ്ഞ് ജനിച്ചാൽ, അല്ലെങ്കിൽ ആ അസുരന്റെ വീട്ടിൽ ആ സ്ത്രീ നിന്ന് അവരുടെ ഗർഭകാലം കഴിച്ചു കൂട്ടിയാൽ തീർച്ചയായിട്ടും ആസുരികമായിട്ടുള്ള കാര്യങ്ങളെ അത് കേൾക്കുകയുള്ളൂ അവിടുന്ന്. അപ്പോൾ ആ സമയം ഹിരണ്യകശിപു ദേവന്മാരുടെ പിടിയിലാവുകയും നാരദൻ ഈ കയാതുവിനെ തന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ അവിടെ ആ ആശ്രമത്തിൽ വെച്ചാണ്, ഈ ആശ്രമത്തിലാണ് തന്റെ ആ ഗർഭകാലം മുഴുവൻ കയാതു കഴിച്ചു കൂട്ടിയത്. അപ്പൊ ആ കയാതു കേട്ടതെന്താണ്? നാരദൻ സർവ്വസമയവും ഈ നാരായണ നാരായണ പറയുന്നതും ഈശ്വരീയമായ കാര്യങ്ങൾ പറയുന്നതുമാണ്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞ് അമ്മയുടെ ഗർഭത്തിൽ കിടന്നുകൊണ്ട് അവൻ കേട്ടത് ഈശ്വരീയമായ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പ്രഹ്ലാദൻ ആസുരികമായ യാതൊരു ഗുണങ്ങളോടുമല്ല ജനിച്ചത്. അച്ഛൻ ഹിരണ്യായ നമ എന്ന് പറയുമ്പോൾ നാരായണായ നമ എന്നാണ് പറയുന്നത്. അപ്പോ നമ്മളത് ഇത് മനസ്സിലാക്കി. ഞാൻ അതിന്റെ കഥയിലേക്കൊന്നും പോകുന്നില്ല. അതിന്റെ കാരണം എന്താണ്? അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ കുഞ്ഞ് എന്ത് കേൾക്കുന്നുവോ അത് അതിന്റെ ജീനുകളിൽ, അല്ലെങ്കിൽ അതിന്റെ DNA-യിലേക്ക് പ്രവേശിക്കുക. അത് ജനിച്ചതിന് ശേഷം അതിന് തീർച്ചയായിട്ടും ആ സ്വഭാവം അത് കാണിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളെല്ലാവരും രാമായണത്തിൽ രാമനെ പറയും, രാമൻ ദുഷ്ടനാണ്, പാവം സീതയെ കൊണ്ടുപോയി വാൽമീകിയുടെ ആശ്രമത്തിൽ ഉപേക്ഷിച്ചു, ഗർഭിണിയായ സീതയെ. എന്തിനാണ്? അതിനകത്തൊരു സത്യമുണ്ട്. അതായത് സീത ആ സമയത്ത് എല്ലാവരും സീതയെ കുറിച്ച് അപവാദം പറഞ്ഞു അല്ലേ? രാവണൻ കൊണ്ടുപോയി കുറെ നാള് താമസിപ്പിച്ചു, എന്നിട്ട് ഇപ്പോ വന്നപ്പോ ഗർഭിണിയായി. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിന് കാരണക്കാരൻ രാമനല്ല, ഈ പിഴച്ചവളാണ് സീതയെന്ന് ആളുകൾ പറഞ്ഞു. അതാദ്യം ഒരു തുണി അലക്കുന്ന ഒരു ആൾക്കാരിങ്ങനെ, നമുക്കറിയാം ഈ അലക്കുന്ന പണ്ടൊക്കെ ഉണ്ടായിരുന്ന കുളക്കടവും ഒക്കെ അല്ലേ, അവിടെയാണ് എല്ലാവരും കൂടി ചേരുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് ശ്രീരാമന് മനസ്സിലായി സീത ഇവിടെ താമസിച്ചാൽ എന്ത് സംഭവിക്കും. സീതയ്ക്ക് അതായത് ആ കുഞ്ഞുങ്ങളെ ഗർഭിണിയായ ആ ഗർഭകാലം മുഴുവൻ ഈ അപവാദങ്ങൾ കേട്ട് ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞു എന്തായി തീരും? സദ്ഗുണങ്ങളോടെ വരില്ല. അതിനു വേണ്ടിയിട്ടാണ് എവിടെ കൊണ്ടുപോയി ആക്കിയത്? വാൽമീകിയുടെ ആശ്രമത്തിൽ. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഒരു അമ്മ ഗർഭിണിയാകുമ്പോൾ എന്ത് കേൾക്കണം, എങ്ങനെ ജീവിക്കണം. നമ്മൾക്കിപ്പോ ആശ്രമത്തിലൊന്നും പോകാൻ കഴിയില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഈശ്വരാരാധനയോടെ കഴിഞ്ഞുകൂടണം. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല. നമ്മൾക്ക് പലതും നമ്മൾ യഥാർത്ഥ അർത്ഥം അറിയാതെയാണ്. അപ്പോൾ എല്ലാവരും പറയും ഉപവാസം. എന്താണ് ഉപവാസം എന്ന് പറഞ്ഞാൽ? ഭക്ഷണം കഴിക്കാതിരിക്കുക അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഇംഗ്ലീഷ് വാക്കുണ്ട്. എന്തോ ഉപവാസത്തിന്റെ ഇംഗ്ലീഷ് പറയുന്നത് ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടില്ല ഉപവാസത്തിന്റെ. ഉപവാസം, ഉപം എന്ന് പറഞ്ഞാൽ സമീപത്ത് വസിക്കുക എന്നാണ് ഉപവാസം എന്ന് പറയുന്നതിന്റെ അർത്ഥം. ആരുടെ സമീപത്ത് വസിക്കാനാണ്? ഈശ്വരന്റെ സമീപത്ത്. നിങ്ങൾ ഈശ്വര നാമങ്ങൾ ഒരു ദിവസം നിങ്ങൾ എന്തായാലും അതിനു വേണ്ടിയിട്ട്